എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും മൊബൈൽസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ചക്കക്കുരു കൊണ്ടൊരു അടിപൊളി ഒരു തോരനാണ്. ചക്കക്കുരു കൊണ്ടൊരു തോരൻ എല്ലാവരും മിക്ക ആൾക്കാർ കഴിച്ചിട്ടുണ്ട്. ചക്കക്കുരു മാത്രം വെച്ച് തോരൻ വെച്ചിട്ടുണ്ട്, ചക്കക്കുരുവും ഉണക്കമീനോട് വെച്ചിട്ടുണ്ട്, പല രീതി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ഡിഷ് തന്നെയാണ്. ഇന്ന് നമ്മൾ ചക്കക്കുരുവും കോവയ്ക്കായോട് വെച്ചിട്ടൊരു തോരനാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാണ്, അടിപൊളി സാധനമാണ്. അപ്പം ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എല്ലാവർക്കും അറിയാവുന്നതാണ്, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ കുക്കിങ്ങിലെ മെയിൻ കഥാപാത്രത്തെ പരിചയപ്പെടാം, ചക്കക്കുരു. അപ്പോൾ ചക്കക്കുരു എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചക്കക്കുരു ഇച്ചിരി വേവുള്ളതായതുകൊണ്ട് ചക്കക്കുരു നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് ഉപ്പിട്ട് ഒന്ന് വേവിക്കുക. ചക്കക്കുരു ഒരു 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 75% വേവിച്ചെടുക്കുക. എന്നാൽ നമുക്ക് ബാക്കിയുള്ള കോവയ്ക്കായുമായിട്ടൊക്കെ ബാലൻസ് ആയിട്ട് നിൽക്കത്തുള്ളൂ. അപ്പോൾ ചക്കക്കുരു വേവിച്ചതാണിത്. പിന്നെ കോവയ്ക്ക, ഓക്കെ, പിന്നെ കടുക്, വെളിച്ചെണ്ണ, ഓക്കെ, പിന്നെ ഉള്ളതാണ് നമുക്ക് കടുക് പൊട്ടിക്കാൻ വേണ്ടിയുള്ളതാണ് കറിവേപ്പില, ചെറിയുള്ളി, ദെൻ വറ്റൽമുളക്. ഓക്കെ, അടുത്ത മെയിനായിട്ടുള്ളൊരു കാര്യമാണ് ഇതിന് ചേർക്കുന്ന അരപ്പ്. ഇതിനകത്ത് തേങ്ങ ഉണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടിയുണ്ട്, പച്ചമുളകുണ്ട്, വെളുത്തുള്ളിയുണ്ട്. അത്രയും കാര്യങ്ങൾ ചേർത്താണ് ഇത് അരച്ചേക്കുന്നത് കേട്ടോ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്നിച്ചെടുത്ത് അരച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുക. ഓക്കെ, തീയൊന്ന് കത്തിച്ചായിരുന്നു, വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഉടനെ കടുകിടുക. വെളിച്ചെണ്ണ വേഗം ചൂടാവും, കടുകിടുക. ഓക്കെ, കടുക് പൊട്ടിക്കഴിഞ്ഞാൽ കൊണ്ട് തന്നെ അടുത്തത് വറ്റൽമുളകും എല്ലാം ഇടുക. ഓക്കെ, വറ്റൽമുളക്, സവാള, കറിവേപ്പില. ഓക്കെ, അത് നല്ലവണ്ണം ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കുക. അപ്പോൾ ഇതിനകത്ത് ഇച്ചിരി വെളിച്ചെണ്ണ കുറവാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുകയാണേ. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് ചെറുതായിട്ട് തീ കൂട്ടി കൊടുക്കുക. ഇതൊന്ന് മൂത്ത് വന്നു കഴിയുമ്പം നമുക്ക് മൂക്കുന്നുണ്ട് കഴിഞ്ഞാൽ ചക്കക്കുരു ഇടുക. നമ്മൾ വേവിച്ച് വെച്ച ചക്കക്കുരു കേട്ടോ. വേവിച്ച് ചക്കക്കുരു ഇടുക. അടുത്തത് ചക്കക്കുരു നേരത്തെ വേവിച്ച് വെച്ചാണ് കേട്ടോ. അടുത്തത് കോവയ്ക്ക. ഓക്കെ, ഇത് രണ്ടും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇവിടെ അരപ്പ് നമ്മൾ ആദ്യം അരച്ച് വെച്ചില്ലേ, അരപ്പ് ചേർക്കുക. അരപ്പ് കൂടെ ചേർത്തതിന് ശേഷം ഇത് ഒന്നുകൂടെ മിക്സ് ചെയ്യുക, നല്ലോണം മിക്സ് ചെയ്യുക. ഇതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഒരു ചെറിയ പാത്രം വെച്ച് അങ്ങോട്ട് അടച്ച് വെക്കുക. ഓക്കെ, നമുക്കിനി ഒന്ന് ജസ്റ്റ് അടച്ചു വെക്കാം കേട്ടോ. നമ്മളത് വെച്ച് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഇതുപോലെ പാത്രം മാറ്റിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. മൂടി മാറ്റിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക, അടിക്ക് പിടിക്കാതെ ഇളക്കി കൊടുക്കുക. വീണ്ടും അടച്ചു വെക്കുക. ഇതിൽ നമുക്ക് ഇപ്പോൾ ശ്രദ്ധിക്കാനുള്ളത് കോവയ്ക്കയുടെ വേവാണ്. ഈ നമ്മുടെ ചക്കക്കുരു ഓൾറെഡി വെന്താണ്, കോവയ്ക്കയുടെ വേവാണ് നോക്കണ്ടേ. പിന്നെ ഇതിനകത്ത് ആദ്യം തന്നെ നമ്മൾക്ക് ചക്കക്കുരു വേവിക്കുമ്പോൾ ഉപ്പിട്ടുകൊണ്ട് അത് നോക്കുക, ഉപ്പിട്ടുകൊണ്ട് പിന്നെ രണ്ടാമത് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ഇളക്കിന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഒന്നും ഇടുക കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ ഉപ്പിടുക. അപ്പോൾ നമ്മുടെ കോവയ്ക്കായും
ചക്കക്കുരു കൊണ്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ജസ്റ്റ് നമ്മൾ രണ്ടാമത് വേവിക്കേണ്ട ഇതെന്ന് വെച്ചാൽ കോവയ്ക്ക മാത്രമേ ഉള്ളൂ. ചക്കക്കുരു ഓൾറെഡി ആദ്യം വെന്തതാണ്. അപ്പോൾ നമ്മന്നെ പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം വേവും കാര്യങ്ങളൊക്കെ നോക്കുക. ഓക്കെ, അപ്പം ഈ ഒരു തോരൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടവരെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചെറിയ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പം നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം ഒരു നല്ല വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ, ബൈ.